പല സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സും മനസ്സിലാക്കാതെ തോറ്റു പോകുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്ത് നിങ്ങളുടെ കസ്റ്റമറിന് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രമാണെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. നിങ്ങളുടെ കസ്റ്റമറിന് ഒരു പ്രോബ്ലം വരും, അവർ സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യും, അവർ നിങ്ങൾക്ക് കുറച്ച് പേയ്മെന്റ് തരും, ഇതിനുശേഷം അവർ അവിടെ നിന്ന് പോകും. ഇതല്ലേ സംഭവിക്കുന്നത്? പിന്നീട് അവർക്ക് അതേ പ്രശ്നം വന്നാൽ മാത്രം അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. പക്ഷേ സക്സസ്ഫുൾ ആവുന്ന സ്റ്റാർട്ടപ്സ് വൈറ്റമിൻസ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഒരു പെയിൻ കില്ലർ ആയിട്ടാണ് നിൽക്കുന്നത്, അതാണ് വ്യത്യാസം. ഈ വൈറ്റമിൻ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്, സ്വിഗ്ഗി ഏറ്റവും ആദ്യം തുടങ്ങിയ സമയത്ത് അവരുടെ കസ്റ്റമേഴ്സിന്, വിശന്നിരിക്കുന്ന കസ്റ്റമേഴ്സിന് ഫുഡ് എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമായിരുന്നു. പക്ഷെ അതിനുശേഷം അവർ ഇൻസ്റ്റാമാർട്ട് തുടങ്ങി. അവരുടെ കസ്റ്റമേഴ്സ് ഗ്രോസറീസ് എല്ലാം ഇൻസ്റ്റാമാർട്ടിൽ കൂടെ മേടിക്കാൻ തുടങ്ങി. നമ്മൾ പുറത്തു പോയി ഫുഡ് കഴിക്കുന്ന സമയത്ത് സ്വിഗ്ഗി കൂടെ ബില്ല് പേ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവരുടെ കസ്റ്റമേഴ്സിനെ അവരൊരു കംഫർട്ട് സോണിലേക്ക് എത്തിച്ചു. അവരൊരു ഹാബിറ്റ് ഫോം ചെയ്തെടുത്തു. ഇന്ന് സ്വിഗ്ഗി ഒരു പെയിൻ കില്ലർ അല്ല, നേരെ മറിച്ച് അവരൊരു വൈറ്റമിൻ ആണ്. നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത് സീരിയസ്ലി നിങ്ങൾ ഇത് ചോദിക്കണം. നിങ്ങൾ ആക്ച്വലി ഒരു പ്രോബ്ലം ആണോ സോൾവ് ചെയ്യുന്നത്, അതോ നിങ്ങളൊരു ഹാബിറ്റ് ആണോ ബിൽഡ് ചെയ്യുന്നത് എന്ന്. കാരണം നിങ്ങളൊരു പ്രോബ്ലം ആണ് സോൾവ് ചെയ്യുന്നത്, നിങ്ങളൊരു പെയിൻ കില്ലർ മാത്രമാണെങ്കിൽ യു ആർ ഈസിലി റീപ്ലേസബിൾ. പക്ഷേ ഒരു വൈറ്റമിൻ അങ്ങനെയല്ല, ഇറ്റ്സ് നോൺ നെഗോഷ്യബിൾ.